ഹായ് ഓൾ, ദിസ് ഇസ് വെനസ്ഡേ നൈറ്റ്. ഇന്ന് തൊട്ട് മെലിയണമെന്ന് തീരുമാനമെടുത്ത എൻ്റെ സകല തീരുമാനങ്ങളും കുളമാക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് റീനു ഗ്രേഷ്യൻ എന്നാണ് ഫുൾ നെയിം. FBയിലൊക്കെ കമൻറ്റ് ചെയ്യും. യൂട്യൂബിൽ അങ്ങനെ അവൾ അത്ര സജീവമല്ല എന്ന് തോന്നുന്നു. ഇസ്രായേലിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ഡയറ്റിംഗ് പ്ലാൻ കുളമാക്കാനായിട്ട് ഒരു ലോഡ് ചോക്ലേറ്റ്സുമായിട്ടാണ് വന്നത്. കുക്കുനും നിലൂനും എന്നാണ് പേരെങ്കിലും ഇതിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ മധുരം എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ ഒരു മീല് കട്ട് ചെയ്യാനും തീരുമാനിച്ചു. പിന്നെ നമ്മുടെ ഡീറ്റോക്സ് ഡ്രിങ്ക് ഇനി സ്ഥിരമാക്കാനും തീരുമാനിച്ചു. ക്രിസ്മസ് ആകുമ്പോഴേക്ക് നല്ലപോലെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. അതാണ് എൻ്റെ ഉള്ളിലുള്ള പ്ലാൻ. എങ്ങനെ വരും എന്ന് അറിയത്തില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇന്നലെ ദോശമാവ് അമ്മ ഇവിടുത്തെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സാമ്പാർ വെച്ചിട്ട് ഇരിക്കുന്ന അയില പൊരിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചതെങ്കിലും അയില എടുത്തപ്പോഴത്തേക്ക് അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ അത് അമ്മ ഉപ്പൊക്കെ തേച്ച് ഉണക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. എന്നാൽ പിന്നെ ഇന്നങ്ങ് നോൺ വെജ് മേടിക്കാമെന്ന് കരുതി. ഇന്ന് നോൺ വെജ് മേടിച്ച് കഴിഞ്ഞാൽ തിരുവോണം വരെ ഇനി ചിലപ്പോൾ മേടിക്കേണ്ടി വരത്തില്ല. നമ്മുടെ വീട്ടിൽ ആരും അത്ര വലിയ തീറ്റിക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് മീനും മീൻകറിയൊക്കെ വെച്ചാൽ അതെന്തായാലും ഞായറാഴ്ച വരെ കാണും. ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ സാമ്പാർ മാറ്റി വെച്ചതുകൊണ്ട് ഞാൻ ഇന്നൊരു തക്കാളിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു റീലിൽ കണ്ട് ചെയ്ത് തുടങ്ങിയതാണ്. റോട്ടുകട എന്നോ മറ്റോ ആയിരുന്നു അന്ന് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത്. ഈ തമിഴ്നാട് സൈഡിലൊക്കെ റോഡ് സൈഡിൽ ഇഡ്ഡലി വിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നിയാണിത്. അതിങ്ങനെ ഒരുപാട് അവർ ഒഴിച്ചു തരും. അപ്പോൾ അത് എക്കണോമിക്കലി അവർക്ക് എങ്ങനെ പറ്റുന്നു എന്ന് ഞാൻ പലതവണ അല്ലാതെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ചോദിച്ചാലും വീണ്ടും വീണ്ടും ഒഴിച്ചു തരും. പിന്നെ ഈ റീല് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഇത്ര സിമ്പിളുമാണ്, സാധനം ഇത്ര നീട്ടിയെടുക്കാനും പറ്റുമെന്നുള്ളത്. ഉലുവയും സാദാ ജീരകവും ഇട്ട് എൻ്റെ ഡീറ്റോക്സ് ഡ്രിങ്ക് ഞാനവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി മാവ് ഒഴിച്ച് ഇഡ്ഡലി ആവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി, 2-3 പിരിയമുളക്, ഒരു 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 2 വലിയ തക്കാളി. സവാളയെക്കാളും തക്കാളി വേണം, പക്ഷേ തക്കാളിയുടെ സൈസ് ഒരുപാട് വലുതായിരുന്നു, അതുകൊണ്ട് 2 എണ്ണം തന്നെ എടുത്തു. ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് പരിപ്പ്, സാമ്പാർ പരിപ്പില്ലേ, ആ പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ പരിപ്പ് കറി വയ്ക്കുന്ന പരിപ്പായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പരിപ്പ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്, ഇത് സവാളയും തക്കാളിയും സെപ്പറേറ്റായിട്ടും അരച്ചെടുക്കാം കേട്ടോ. പക്ഷേ എളുപ്പം ഞാൻ നോക്കിയിട്ട് രണ്ടും അരച്ചിട്ട് ഇതിലോട്ട് തട്ടുന്നതും ഒരുമിച്ച് അരച്ച് ഇതിലോട്ട് തട്ടുന്നതും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്താലും ഇത് രണ്ടും ഒരുമിച്ചാണ് അരച്ചെടുക്കാറ്. ഇതിനകത്തേക്ക് ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒന്നും ഇടേണ്ട, കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ റീലിൽ ആ ചേച്ചി കല്ലുപ്പാണ് ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ഇതെപ്പോൾ വെച്ചാലും കല്ലുപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇടുന്നത്. പിന്നെ അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഈ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിലെന്താ ടെക്നിക്ക് ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മുടെ ഈ ദോശമാവ് ഒരു 2 സ്പൂൺ നിറച്ചെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ തിളയ്ക്കുമ്പോൾ ഇത് വീണ്ടും കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എത്ര വേണോ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളവും ഉപ്പും മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് മാത്രം മതി, ഇത്തിരി മതി. അതുകൊണ്ടാണ് തക്കാളി ഇങ്ങനെ ഇത്രയും ഞാൻ മാവ് ഇതിൽ ചേർക്കാതിരുന്നത്. അമ്മ രാവിലെ എണീറ്റ് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചോറെടുത്ത് പഴങ്കഞ്ഞിയാക്കി കുടിച്ചിട്ട് ഒരു അടക്കമുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ ചേച്ചിയുടെ ഒരു റിലേറ്റീവ് മരിച്ചുപോയി. ചേച്ചിയെ കാണാനുള്ള അടവാണ്. എന്തായാലും അമ്മ പോയിട്ടുണ്ട്. നിലൂന് പനി ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞില്ലേ അവന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെന്ന്, അണപ്പല്ല് വരുന്നതിൻ്റെ. അത് മുഴുവനായി ഇങ്ങ് അസ്വസ്ഥതകളുടെയൊക്കെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു രാത്രി മുഴുവൻ. ഞാനും അമ്മയും കൂടെ തുടച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞെങ്കിലും നിർബന്ധം ഒരുപാട് കൂടിയിട്ടുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ ഈ മരണത്തിന് പോയതും കൊണ്ട് ഞങ്ങളാകെ പെട്ടുപോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ലഞ്ചൊക്കെ പതുക്കെ ചെയ്യാം. പാത്രം കഴുകാനുള്ളതൊക്കെ ഞാൻ സിങ്കിൽ തന്നെ ഇട്ടു. ഞാൻ രാവിലത്തെ കാപ്പിയൊക്കെ ഇപ്പോൾ കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, കോൾഡ് കോഫി ആക്കിയിട്ട്. അതുകൊണ്ട് ആലന് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആലൻ തന്നെ എടുത്തു. കുക്കൂനും കൂടെ എടുക്കാനായിട്ട് ഞാൻ അവിടെ പ്ലേറ്റ് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പനും മോനും കൂടെ കഴിച്ചോളും. നിലു രാവിലെ എണീറ്റിട്ട് പാലൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഇഡലി ഇത്തിരി ഷുഗറും കൂടെ എടുത്ത് കാക്കേനെയും പൂച്ചേനെയും ഒക്കെ കാണിച്ച് അലക്കലിൻ്റെ പുറത്തിരുത്തി ഞാൻ എങ്ങനെയൊക്കെയോ തീറ്റിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ ഒരുപാട് പാത്രങ്ങളെന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം ഞാൻ രാവിലെ കുക്ക് ചെയ്തതനുസരിച്ച് എനിക്ക് ഇത്രയും പാത്രങ്ങൾ വരേണ്ടതല്ല. അതിനൊരു കാരണമുണ്ട് കേട്ടോ. അമ്മ വീട്ടിലില്ലാത്തപ്പോഴേ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ആൾക്കാരെ അടിച്ച് പുറത്താക്കാൻ പറ്റത്തുള്ളൂ. ഒരിത്തിരി ചാറ് വന്നാലും മതി, അതൊരു ഡബ്ബയിലാക്കി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വയ്ക്കും. അമ്മയും അതെ, ലില്ലിയമ്മച്ചിയും അതെ.
നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഏതാണ്ട് ധന്യ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയ അവസ്ഥയായിരിക്കും. സകല സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരിക്കും. പണ്ട് ഒരുപാട് വിശപ്പ് സഹിച്ച് വളർന്നത് കൊണ്ടാവണം കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അമ്മ പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ വി ഗാർഡിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ എന്തോ ഒരു ഓഫീസിലോ മറ്റോ വർക്കിന് പോയിരുന്നു. അപ്പോൾ ടിഫിൻ ബോക്സിൽ വെറുതെ വെള്ളം എടുത്തിട്ട് പോകുന്നു. കാരണം വീട്ടിൽ നിന്ന് എടുക്കാൻ അധികം ഉണ്ടാകത്തില്ല. അവർ 10 മക്കളാണ്. അപ്പോൾ മിക്കപ്പോഴും ഈ കപ്പ പുഴുങ്ങിയതും പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ജാണി എന്നാണ് പേര്. പുള്ളിക്കാരൻ കടപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മീൻ പറ്റിച്ചതും ഒക്കെ ആയിരിക്കും. അത് ഈ 10 പേർക്കും തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും തികയ്ക്കുന്നതെന്ന്. അതുകൊണ്ട് പക്ഷേ എന്താണെന്നറിയുമോ, അങ്ങനെ വെക്കുന്നതിനോട് എനിക്കും താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ ഈ ഇരിക്കുന്ന കാര്യം ഞാനും മറന്നുപോകും, അമ്മയും മറന്നുപോകും. പിന്നെയും നമ്മുടെ ഈ ഒരു ദിവസം തന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് തീർക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇത്തിരി കറി ബാക്കി വരും. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ, അതായത് നാളെ രാവിലെ ആകുമ്പോൾ അതായിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അതിന് മുൻപ് ഫ്രിഡ്ജിലേക്ക് വെച്ച സകല സാധനങ്ങളെ പറ്റിയും മറന്നും പോവും. അപ്പോൾ മീൻ വന്നിട്ടുണ്ട്. അലൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞാൽ അവനിങ്ങ് മീൻ കൊണ്ടുവന്ന് തന്നോളും. കണവയും അയിലയാണ് ഉണ്ടായിരുന്നത്. അയില ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അമ്മ വന്നിട്ടൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. മഷി പൊട്ടാതെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരെണ്ണത്തിൻ്റെത് പൊട്ടി. പിന്നെ ഇവിടെ മൊത്തം ആകെ കോലമായി. ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വൃത്തിയാക്കിയിട്ടിരുന്ന എൻ്റെ വീട് അപ്പനും മക്കളും കൂടെ നാശമാക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു ഫാൻ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ പുറത്ത് കാർ പോർച്ചിലെ വള്ളം കളിക്ക് അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. അത് ഇതുവരെ ഇവിടുന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ടില്ല. രാവിലത്തെ ഒരു 2 നേരത്തെ മരുന്ന് ഒരു 4 hours ഗ്യാപ്പിൽ ഞാൻ 2 പ്രാവശ്യം നിലൂന് മരുന്ന് കൊടുത്തായിരുന്നു. പാരസിറ്റമോളാണ് കൊടുത്തത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഡോസ് അനുസരിച്ച് തന്നെയാണ് കൊടുത്തത്. ആളൊന്ന് ഓക്കെ ആയി, ഇത്തിരി ഇങ്ങനെ ഓക്കെ ആവും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കളിക്കും, ദേഹമൊക്കെ ഇളകും. പിന്നെ വീണ്ടും ടെമ്പറേച്ചർ ഷൂട്ട് ചെയ്യും. പിന്നെ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി കിടക്കാൻ തുടങ്ങും. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ എരിശ്ശേരി കുറച്ച് ബാക്കി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് കണവ കുറച്ച് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. കുറച്ച് പപ്പടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ പണികളൊന്നും ഇല്ലല്ലോ, മാത്രമല്ല അമ്മയും ഇല്ലല്ലോ, എല്ലാം പെട്ടെന്നാക്കിയിട്ട് അവനെയും നോക്കണം. കുറച്ച് നേരമായിട്ട് ഞങ്ങൾ അവനെ വെച്ചിട്ട് പാസിംഗ് ദ പാസൽ കളിച്ചുകൊണ്ടിരിക്കുക. കണവയും കൊഞ്ചും പുറത്തെടുത്താൽ ഈച്ച വരും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഓടിച്ചോടിച്ച് ഞാൻ മടുത്തു ഓരോ ഫ്രെയിമിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പിന്നെ വരുന്ന ഈച്ചകളെയൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതി പിന്നെ ഓടിക്കാൻ പോയില്ല. കണവ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ തോലൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാദാ മുളക് പൊടിയും നിറത്തിന് വേണ്ടി ഒരു ലോഡ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ലേശം മൈദാമാവ്. കോൺഫ്ലവറാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മൈദാമാവ് ചേർക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ലെമൺ ജ്യൂസോ ഒരു ഇത്തിരി വിനിഗറോ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസോ വിനിഗറോ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാലയും കൂടിയിട്ടാണ്. ഇനി ഈ പൊടികളെല്ലാം കണവയിലൊന്ന് പിടിക്കാനായിട്ട് ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിരിക്കണം. പക്ഷേ നമുക്കിപ്പോൾ 1 മണിക്കൂറില്ല, എന്നാലും പറ്റുന്നത്ര നേരം ഇതവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ പുരട്ടി മാറ്റി വയ്ക്കുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ആകെ പരിപാടി എന്ന് പറഞ്ഞാൽ പപ്പടം കാച്ചലാണ്. ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതേ വെച്ചിട്ടുള്ളൂ. ഒരിത്തിരി അധികം ഇട്ടിട്ടുണ്ട്. രാത്രി വേണമെങ്കിൽ കുക്കുവിനോ അമ്മയ്ക്കോ കഴിക്കാനായിട്ട്. മീൻ വെട്ടി മാരിനേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചോറിൻ്റെ വിസിലടിച്ചു. അയില ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇവിടെ വീണ്ടും ഈച്ച കൂടുന്നതുകൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് ഞാൻ ചെയറിൻ്റെ പുറത്തേക്ക് അയില എടുത്ത് വെച്ചിട്ട് അരി വാർത്തിട്ടു. വീഡിയോസിൻ്റെ ലെങ്ത്ത് തീരെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഇന്നലത്തെ കമൻറ്റിൽ ശ്രദ്ധിച്ച്. സ്കൂളിൽ പോകുന്നത് വരെ കാണിക്കുന്നത്, അത് കഴിഞ്ഞ് എനിക്ക് സ്കൂളിലൊരു ലോഡ് പണിയും പിന്നെ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒരു ലോഡ് പണിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇന്ന് തൊട്ട് എന്തായാലും വെക്കേഷൻ തുടങ്ങിയല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഇത് രാത്രി വരെ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. രാത്രി കിടക്കാൻ നേരം എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ലോഡ് എഡിറ്റ് ചെയ്യാനുണ്ടാവും. പക്ഷെ എന്നാലും പറ്റുമെങ്കിൽ എനിക്കത് വെക്കേഷനേ പറ്റത്തുള്ളൂ. ഒരു ഫുൾ ഡേ ഇങ്ങനെ കാണിക്കാനായിട്ട് അത് ഞാൻ ശ്രമിക്കാം. കണവ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിന് ഇത്തിരി ഭംഗിക്കുറവൊക്കെ ഉണ്ട്. പക്ഷേ പെട്ടെന്ന് ഇതെല്ലാം കൂടെ പൊരിച്ചെടുക്കണമെങ്കിൽ എനിക്ക് ഈ ഒരു പാനിലേ പറ്റത്തുള്ളൂ. വെളിച്ചെണ്ണയിലാണ് ഞാൻ കണവ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂന്തലിന് ഇതിനെ പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ കണവ എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞ് ശീലിച്ചത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പറ്റുന്നത്രയല്ല മുഴുവൻ ഇതിൽ കൊള്ളും, അതെല്ലാം കൂടി ഇതിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അമ്മ അപ്പോഴേക്ക് അടക്കം കഴിഞ്ഞെത്തി. അടക്കം കഴിയുമ്പോൾ ഞാൻ മുൻപ് മരണാനന്തര ചടങ്ങുകൾ എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറും സാമ്പാറും അച്ചാറും ഒക്കെ കാണുമെന്ന്. അമ്മ അതുകൊണ്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് എത്തിയത്. അമ്മ മീൻ വെട്ടുന്ന സമയത്ത് ഇത്ര നേരം നിമ്മലേനെ കാണാതിരുന്നിട്ട് നിമ്മല എന്നും പറഞ്ഞ് നിലു പുറകെ നടക്കുവാണ്. ഇപ്പോൾ ഇത്തിരി ആവതുണ്ട് എണീറ്റ് നടക്കാനായിട്ട്. അതുകൊണ്ട് പോയി അവിടെ ഇരുന്ന് മീനെയും കാക്കയെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ കൂടെ. മരുന്ന് കൊടുത്ത് നോക്കിയിട്ട് എല്ലാവരും പറയുന്നത് പല്ലിൻ്റെതായിരിക്കും എന്നാണ്. മരുന്നൊക്കെ ഒന്ന് കൊടുത്ത് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ നമ്മൾ വീണ്ടും മെഡിസിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
2-3 പപ്പടം ഇരുന്നത് ഞാൻ കാച്ചിയെടുത്തു. എരിശ്ശേരി ഫ്രിഡ്ജിലിരിക്കുന്നത് ഇനി ചൂടാക്കി എടുക്കണം. ഫ്രൈ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് വേണ്ട അളവിൽ ഇതിൽ വെള്ളം നിർത്താം കേട്ടോ. വെള്ളം വീണ്ടും വറ്റിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഗ്യാസിൽ വെച്ചാൽ മതി. ഏറ്റവും അവസാനം മേളിൽ ഞാൻ തൂവി കൊടുത്തത് പെരിഞ്ജീരകമാണ്. എരിശ്ശേരി ഫ്രിഡ്ജിലിരുന്ന പാത്രത്തിൽ നിന്ന് മാറ്റി ഈ പാത്രം നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന ഐബലിൻ്റെ പാത്രം അവനിൽ വെക്കാൻ പറ്റത്തില്ല. സെറാമിക്കിലോ ഗ്ലാസ്സിലോ വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതൊരു പാത്രത്തിലാക്കി ചൂടാക്കാൻ വെച്ചിട്ട് ആ പാത്രം തന്നെ കഴുകി അതിലേക്ക് ഫ്രൈ ചെയ്ത കണവ എടുത്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ എരിശ്ശേരി ചൂടായി. ഞാൻ ഒരിത്തിരി കൂടുതൽ നേരം ചൂടാക്കി കേട്ടോ. അപ്പോൾ പാത്രത്തിൽ പിടിച്ചിട്ട് ചെറുതായിട്ട് പൊള്ളുന്നുണ്ട്. എരിശ്ശേരി ചീത്തയാവത്തൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസം വേണമെങ്കിൽ എരിശ്ശേരി ഇരിക്കും. ബട്ട് യു ഹാവ് ടു ഫ്രീസ് ഇറ്റ്. താഴെ വെക്കരുത്, മേളിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസാക്കി വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാലും നമുക്ക് വീണ്ടും എടുക്കാം. ഇതങ്ങനെ 2 ദിവസം വരെ ഒന്നും പോകത്തില്ല. നാളെ എടുക്കാനുള്ള, അതായത് ഇന്ന് എടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഫ്രീസറിലല്ല വെച്ചിരുന്നത്. പിന്നെ കഴുകാനായിട്ട് അവിടെ കണവ പൊരിച്ച പാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയൊക്കെ ടവല് കെട്ടി തൂക്കിയാലും ഡ്രസ്സിൽ തുടയ്ക്കുന്ന ശീലം മാറത്തില്ലല്ലോ. അതാണ് ഡ്രസ്സ് അങ്ങനെ നനഞ്ഞിരിക്കുന്നത്. ഈ പണ്ടാരി ഈച്ചയൊന്ന് പോയി കിട്ടാനായിട്ട് പുൽത്തൈലവും ഡെറ്റോളും കൂടെ ഞാനൊരു കുപ്പിയിൽ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ്. ഇതൊരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഈച്ചയുടെ അളവിൽ ചെറിയൊരു കുറവ് വരും കേട്ടോ. ഇത് ഒറ്റ പ്രാവശ്യം തുടയ്ക്കുന്നത് കൊണ്ട് ഒന്നും ആവത്തില്ല, സത്യമായിട്ടും ഒന്നും ആവത്തില്ല. ഇവിടെയും പിന്നെ കണവ ഫ്രൈ ചെയ്തപ്പോൾ തെറിച്ച് വീണ ഡ്രോപ്സിലൊക്കെ ആയിട്ട് ഗ്യാസിൻ്റെ പുറത്തുമൊക്കെ ഈച്ചയുണ്ടായിരുന്നു. ആലൻ പുറത്തോട്ട് പോയി. കൊച്ചുപ്പയായിട്ട് അവിടെ ലിലിയംസിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്ങും വരത്തില്ല. എനിക്കും കുക്കുവിനും കൂടെ എടുത്ത ചോറാണ്. ഇത്തിരിയേ ഉള്ളെന്ന് നിങ്ങൾ കണ്ടപ്പം വിചാരിച്ച് കാണും. ഞാൻ കുറച്ച് കഴിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതാണ് കേട്ടോ. ഡയറ്റിങ്ങൊക്കെ കൺട്രോൾ ചെയ്യണം, തടി കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ കണവ ഫ്രൈ കൊടുക്കത്ത ടേസ്റ്റായിരുന്നു. ഞാൻ വീണ്ടും ചോറിട്ട് കഴിച്ചു. അങ്ങനെ ചോറ് കഴിച്ചിട്ട് ഞാനും കുക്കു സാറും കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാൻ എണീറ്റപ്പോഴേക്ക് കുക്കു ഫുട്ബോളും കെട്ടിപ്പിടിച്ചുറങ്ങുന്നു. ആ ഗ്രൗണ്ടിലിട്ട് കളിക്കുന്ന അഴുക്ക് ഫുട്ബോളാണ് ഈ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. വൈകുന്നേരത്ത് ചായ ഇടാനായിട്ട് കിച്ചണിലോട്ട് കയറിയാൽ ആദ്യം ഉച്ചയ്ക്ക് ഇവിടെ നടന്നതിൻ്റെ ബാക്കിയൊക്കെ എടുത്ത് ഒതുക്കാൻ കാണും. ഞാനാണ് അലന് ചോറിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇത് ഫുള്ള് ഞാൻ ഒതുക്കി മാറ്റും. ഇതിപ്പോൾ ഞാൻ നേരത്തെ പോയി കിടന്നല്ലോ. അലൻ പിന്നെ വന്ന് തനിയെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചതാണ്. പ്ലേറ്റൊക്കെ തന്നെ കഴുകി വെച്ചോളും. ചായക്ക് വെള്ളം വെക്കുന്നതിന് മുന്നേ ഈ കൗണ്ടർ ടോപ്പ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ആകെ ഇനി കുക്കൂന് കഴിക്കാനോ അല്ലെങ്കിൽ അമ്മയ്ക്കും കുക്കൂനും കഴിക്കാനും വേണ്ടിയിട്ടുള്ള ചോറ് മാത്രമേ ബാക്കി വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആ വലിയ ഊട്ടപാത്രം നമ്മളിവിടെ വെക്കണ്ടല്ലോ. അതൊക്കെ ഞാൻ ചെറിയ പാത്രങ്ങളിലാക്കി മാറ്റി വെച്ചു. കുറച്ച് കണവ ഫ്രൈ ഇരുന്നത് ആ ഒരു പാത്രവും അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങൾ, പിന്നെ 2-3 പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴുകി മാറ്റി വെച്ചിട്ടാണ് ചായയുടെ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ ചായക്കിന്ന് ഇത്തിരി ഉള്ളിയോടെ ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാ ദിവസവും ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മിക്ക ദിവസവും ബിസ്ക്കറ്റ്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ നിന്ന് പഴംപൊരി മേടിക്കും. ഏത്തപ്പഴം ഇവിടെ ഉണ്ടെങ്കിൽ പഴംപൊരി ഇവിടെ തന്നെ ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പോൾ സവാള കുറച്ച് അധികം ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാൻ പോവാണ്. സവാളയും കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം പുറത്ത് വരുന്നത് വരെ കൈവേദനിക്കുന്നവരെ ഉടച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദ മാവാണ്. ഇതിൽ മാവ് ആഡ് ചെയ്യുമ്പോൾ ഇത് മാവ് വടയാവരുത് കേട്ടോ. അങ്ങനെ മാവ് കൂടിപ്പോയാൽ ഇത് ബോണ്ടയാവും. ഇത് ഉള്ളിവടയായിട്ട് തന്നെ ഇരിക്കണം. അതായത് പേരിന് ഒന്ന് കുഴയാൻ വേണ്ടി മാത്രമേ മാവ് പാടുള്ളൂ. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് സാദാ ജീരകവും പിന്നെ നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇവിടെ ഇല്ല കേട്ടോ. ഉച്ചയ്ക്ക് കണവയിൽ വാരിക്കോരിയിട്ട മഞ്ഞൾപ്പൊടി ഇവിടുത്തതല്ല. അരപ്പ് പുരട്ടാൻ നേരത്താണ് മഞ്ഞൾപ്പൊടി തീർന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ അപ്പുറത്ത് മാമിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. മാമി എന്ന് പറഞ്ഞാൽ മിനിയാൻറ്റിയുടെ മാമി, അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മാമി സേറമോളുടെ അമ്മൂമ്മ. അങ്ങനെയാണ് കണവയൊക്കെ റോസ്റ്റ് ചെയ്തത്. അപ്പോൾ വീണ്ടും മഞ്ഞൾപ്പൊടി വാങ്ങിക്കാനുള്ള മടിയുണ്ട് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ കൈ ഒന്ന് നനച്ച് മാത്രമാണ് ഞാനിതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇതിലോട്ട് വെള്ളം ഒഴിക്കണം എന്നില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൈ ഒന്ന് നനച്ചു കൊടുത്ത് അതൊന്ന് പിടിച്ചു വരാൻ വേണ്ടി പാകത്തിനായിട്ട് നമുക്ക് വേണ്ടുന്ന അളവിലും ഷേപ്പിലും ഇതിനെ ഒന്ന് ഷേപ്പാക്കി വെക്കാം. എന്നാലും നമുക്ക് എണ്ണയിലോട്ട് എടുത്തിടാൻ നേരം എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് കൈ വീണ്ടും വെള്ളം നനച്ച് മാവിൽ തൊട്ട് അതിൻ്റെ ഇടയ്ക്ക് ചായ ഇടണമല്ലോ. ഇപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പാല് വെച്ചിട്ടല്ല ചായ ഇടുന്നത്. ഞാൻ ചായ ഇട്ടാലും ഞാൻ പൊടിയിലെ ചായ ഇടത്തുള്ളൂ. പാല് വെച്ച് ഞാൻ റെയറായിട്ട് ചായ ഇടാറുണ്ട്. നല്ല ഒടുക്കത്തെ തലവേദന വരുമ്പോഴത്തേക്ക് നല്ല കട്ടിപ്പാലിൽ ഇഞ്ചി ചായയോ പട്ട ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടുള്ള ചായയോ മസാല ചായയോ ഒക്കെ ഇടാറുണ്ട്. ഉള്ളിവട പൊരിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിൽ കുറച്ച് അവിടെ ഇവിടെയായിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ആ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓരോ പീസസ് എടുത്ത് ഇതിലേക്കിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിൽ മുക്കിയും പൊരിച്ചെടുക്കാം. ലെസ് ഓയിൽ മോർ ഹെൽത്ത്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ പാനിൽ വെച്ചിട്ട്, ഇപ്പോഴെന്നല്ല, ഞാൻ എന്ത് പൊരിച്ചാലും മാക്സിമം പാനിൽ വെച്ചിട്ടേ പൊരിച്ചെടുക്കാറുള്ളൂ. എണ്ണയിൽ മുങ്ങി പൊരിഞ്ഞ് വരുന്നതിനേക്കാളും
നമുക്ക് എണ്ണയും ലാഭിക്കാം, ഹെൽത്തിന് നല്ലതല്ലേ. അങ്ങനെ നമ്മളിതേ ചായക്കുള്ള കട്ടൻ തിളച്ചു. ഇതിലേക്ക് ഇനി പൊടി ആഡ് ചെയ്തെടുക്കണം. കട്ട്ലറ്റ്സും ഉള്ളിവടയും റെഡിയായി. എന്തെങ്കിലും തെറ്റിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ആ ചെറിയൊരു പാത്രം എടുത്തിട്ട്, ഇതെപ്പോഴും നമ്മൾ കാപ്പിക്കും ചായക്കും ഒക്കെ എടുക്കുന്ന പാത്രം തന്നെയാണ്. അതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട്, അത് പാൽപ്പൊടിയാണ് കേട്ടോ, അത് ആ കുപ്പിയിലുള്ള പ്രോഡക്റ്റ് അല്ല, ഇറ്റ് ഈസ് അമൂല്യ. ആ ഒരു കുപ്പി അത്രയും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് അതിൻ്റെ അകത്തിട്ട് വെക്കുന്നതാണ്. അത് കോഫി മേറ്റിൻ്റെ കുപ്പിയാണ് കേട്ടോ. ഈ കോഫി മേറ്റിൻ്റെ പൗഡർ ഇടയ്ക്കൊക്കെ ചേട്ടൻ എബ്രോഡിൽ നിന്ന് കൊണ്ടുവരാറുള്ളതാണ്. അത് ഇത്തിരി കോഫിയിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കടകളിലൊന്നും കണ്ടിട്ടില്ല, ഓൺലൈനായിട്ട് തപ്പാനും പോയിട്ടില്ല. കോഫി മേറ്റ് നല്ലതാണ്, നല്ല പൗഡറാണ്. ഇപ്പോൾ അതിലിരിക്കുന്നത് അമൂല്യയാണ്. കുക്കു സാറ് എണീറ്റിട്ടില്ല, ആലനും എണീറ്റിട്ടില്ല. മേളിൽ നല്ല ഉറക്കമാണ്. ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അവരെ ഒന്നും ഉണർത്താതെ തന്നെയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഞാൻ വറുത്തെടുത്ത ഉള്ളിവടയൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അമ്മയും നിലുവും എണീറ്റിട്ട് നേരെ ലില്ലിയമ്മച്ചിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. രാവിലെ മൊത്തവും അവന് ഈ വയ്യാതൊക്കെ ഇരുന്നുകൊണ്ട് അമ്മ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ലില്ലിയമ്മച്ചി വിളിച്ചു, കുഴപ്പമില്ല, ഇവിടെ പുതച്ച് മൂടിയൊക്കെ ഇരുത്താം, നല്ല കാറ്റല്ലേ, കടപ്പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് വരും, അവിടെ ഇരുത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. പുതച്ച് മൂടിയൊന്നും അവനവിടെ ഇരിക്കാൻ പോകുന്നില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവൻ ഓട്ടം തുടങ്ങും. ഞാൻ ഉള്ളിവടയൊക്കെ പൊരിച്ച് ചായ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുക്കു സാർ എണീറ്റായിരുന്നു കേട്ടോ. മദറിൻ്റെ അടുത്ത് 2 തല വന്ന് കുക്കു കുക്കു എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാൻ. അപ്പോൾ പോകണമെങ്കിൽ ഉള്ളിവട കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് കോളിഫ്ലവർ ബജ്ജി വേണം. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഉടക്കായി. അതാണ് എന്നെ മൈൻഡ് ചെയ്യാതെ ഒറ്റയ്ക്കിരുന്ന് ഉള്ളിവട കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ പ്ലാൻ പ്രകാരം മേളിലുള്ള ആലൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനിടണം. അത് വാഷ് ചെയ്യാൻ ഇട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വാഷിംഗ് മെഷീനിലാകെ ഈ മഴയൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഈർപ്പം പിടിച്ചിരിക്കും. അതൊന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് കുക്കുവിനെ ഒന്ന് നോക്കാനായിട്ട് ടെറസിലേക്ക് ഇറങ്ങിയപ്പോൾ സൺസെറ്റ് ഇവിടം വരെ ആയിട്ടുണ്ട്. താഴോട്ട് ക്ലൗഡിയാണ്. ഇനി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പുറത്തെ സൈഡിലതേ കുക്കുസാറും കൂട്ടുകാരും കൂടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പപ്പയുടെ കാറാണ് ആ വെളിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ ഗേറ്റിൻ്റെ പണി പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ പൊടിയൊക്കെ പിടിക്കും, അതുകൊണ്ടാണ് അതിറക്കി അവിടെ ഇട്ടത്. പെരുന്നാളിന് മുൻപ് തുടച്ച് കഴിഞ്ഞിട്ട് മേലെയും താഴെയൊന്നും പിന്നെ മോപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അമ്മ തൂക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അമ്മ എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ ഞാൻ കിച്ചണിൽ കിടന്ന് മെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നിലു ആലനും കുക്കുമൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ ഇങ്ങനെ ചൂലെടുത്ത് വെച്ചിട്ട് തൂക്കും. അപ്പോൾ എനിക്ക് എളുപ്പമാണ്, പെട്ടെന്ന് വന്ന് തുടച്ചങ്ങ് മാറിയാൽ മതി. അങ്ങനെ ഞാൻ ഇന്ന് മേളിൽ മൊത്തം മോപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് മേളിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ ആലൻ എണീറ്റു. ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പുറത്തോട്ട് പോയി. അവിടെ ഗേറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് ആലൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബുള്ളറ്റ് മുമ്പ് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് കാർ പോർച്ചിൽ. അപ്പോൾ അതിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവരതിൻ്റെ തിരക്കിലായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാളെ പാല് കുടിപ്പിക്കാൻ അമ്മയും ലില്ലിയമ്മച്ചിയും പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് റാഗി പുട്ടാണ് കേട്ടോ. ഞാൻ ഡിന്നർ കഴിക്കുന്നില്ല, ഡയറ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ കൂരവ് കഴിച്ചാൽ മെലിയും, നിറം വയ്ക്കും, വെളുക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തിരിയേ ഉള്ളൂ, ആകെ 4 പിടിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെയാണ് കേട്ടോ. അല്ലാതെ ഇത് ഈ കൂരവ് കഴിച്ചാൽ വെളുക്കത്തില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മെലിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ലില്ലിയമ്മച്ചിയുടെ വെയിറ്റ് കൂടുമ്പം ഡോക്ടറുകൾ പറയുന്നത് 2 നേരത്തേക്ക് കൂരവാക്കുക അങ്ങനെയൊക്കെയാണ്. ലില്ലിയമ്മച്ചിക്കുള്ള വുമൻസ് ഹോർലിക്സും വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ ലിവിക്കുട്ടൻ കയറി വന്നത്. അത് ബൂസ്റ്റാണെന്നും പറഞ്ഞ് അവൻ നിലുവിൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ എൻ്റെ തലക്കിട്ട് ഒരു താങ്ങും തന്നു. നിനക്ക് നാണമില്ലേടി ഈ വാരി തരുന്നതും കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട്, വാരി കഴിക്കടിയെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ തിരിച്ച് ഒരു 1 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ തിരിച്ച് വന്നു. അവിടെ പോയാൽ ഇതാണ് പ്രശ്നം. ഞാൻ മിക്ക ദിവസവും വൈകിട്ട് ലില്ലിയമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. നമ്മൾ ഡിന്നർ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അവിടെ പോയാൽ എന്തായാലും നടക്കില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് നിലുവിനുള്ള അമൃതം ഒരു ബേണറിലേക്ക് വെച്ചു. പിന്നെ ഈ കണവ വറുത്തതും കൂട്ടി ചപ്പാത്തി അലന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അത് ഡ്രൈ ഫ്രൈ അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് മസാലവൽക്കരിച്ച് കണവ റോസ്റ്റാക്കി എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു സവാള കുനുകുന അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും കുത്തി ഉടച്ച് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇല്ലാത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കണവയും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് ഇളക്കി ലേശം വെള്ളം, അത് ആ ഫ്രൈ ഇരുന്ന പാത്രം ഒന്ന് കഴുകി ഒരല്പം വെള്ളം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. പിന്നെ ഇതിന് കുറച്ച് ലിക്വിഡായിട്ടുള്ള ഗ്രേവിയും വേണമല്ലോ, അതിന് വേണ്ടി മാത്രം ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട, ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. ഒരു 2 സെക്കൻഡ് അടച്ച് വെച്ച് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ കണവ ഫ്രൈയെ ഞാൻ കണവ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്.
എന്തായാലും കാഴ്ചയ്ക്കൊക്കെ കൊള്ളാം, ടേസ്റ്റിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അറിയത്തൊന്നുമില്ല അത്. ഇതൊക്കെ നമ്മൾ എത്ര ചെയ്തിരിക്കുന്നു. ഇനി ഡിന്നറിനായിട്ട് ആലനുള്ള ചപ്പാത്തി. കുക്കു സാറിനോട് ചോദിച്ചപ്പോൾ അവന് ചപ്പാത്തി നെയ്യും ഷുഗറും തേച്ച് ചേർത്ത് വേണം എന്നല്ല, നെയ്യ് തേച്ച് മേലെ ഷുഗർ ഇട്ട് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ അതിപ്പോൾ വേണ്ട, ആലപ്പപ്പോൾ വരുമ്പോൾ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൻ്റെ ചാർജ്, ഞാനത് എപ്പോഴും ഇങ്ങനെ കേട്ടോ പറയുന്നത്, സത്യമാണ്. ഫോൺ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് കുത്തിയിടണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ മറന്നുപോയി. ഒരു 9% ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം കാണിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അമൃതം ഓൾറെഡി കാച്ചി അവിടെ തണുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നിലു ഇപ്പോൾ വീണ്ടും പവർ ഓഫായി തുടങ്ങി, ടെമ്പറേച്ചറൊക്കെ വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ഇന്നലത്തെ പോലെ ഇന്ന് രാത്രിയും നാളെ രാത്രി ആയിരിക്കും. മരുന്നൊക്കെ കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്തായാലും രാവിലെ എണീറ്റ് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഇന്നലെ രാത്രിത്തെ അത്രയും ചൂടില്ല. ആലനുള്ള 4 ചപ്പാത്തിയും കുക്കു സാറിനുള്ള 2 ചപ്പാത്തിയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അമൃതത്തിൻ്റെ മേളിൽ ഇങ്ങനെ പാട കെട്ടാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്പൂൺ വെച്ച് അതൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പാട കെട്ടത്തില്ല. പാട കെട്ടിയാലും നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുപ്പിയിലോട്ടാക്കാൻ നേരം ആ പാട അങ്ങ് എടുത്ത് കളഞ്ഞാലും മതി. എന്നാലും അങ്ങനെ മിക്സ് ചെയ്താൽ അത്രയും അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കളയേണ്ടി വരത്തില്ലല്ലോ. എടുത്ത് കളയുമ്പോൾ ക്വാണ്ടിറ്റി കുറയും. ഇവനൊരു 3 പ്രാവശ്യമൊക്കെ എണീറ്റാൽ പിന്നെ പെട്ടുപോകും. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.